സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച നമുക്ക് കടന്നു വരികയാണല്ലോ. ഒരു പുതിയ ആഴ്ചയുടെ ആരംഭ ദിനം പ്രഭാതത്തിൽ നമ്മളായിരിക്കുന്നു. ഇന്ന് ഉണർന്ന തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി, കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയാം. പലർക്കും ഇന്ന് എഴുന്നേൽക്കാൻ പറ്റിയില്ല. ഈ പ്രഭാതം ചിലർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷേ നാം എത്രയോ ഭാഗ്യമുള്ളവരാണ്. നാം ഇന്നും ഉണർന്ന തിരുസന്നിധിയിലായിരിക്കുന്നത് എത്രയോ ഭാഗ്യകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് കണ്ണു തുറന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ, ഈ പകലിലേക്ക് നോക്കുമ്പോൾ, ഈ ദിനത്തിലേക്ക് നമ്മൾ കാൽ വയ്ക്കുമ്പോൾ, ആദ്യം നമ്മെ നിർമ്മിച്ചവനും നമ്മെ പരിപാലിക്കുന്നവനും നമ്മുടെ രക്ഷകനും ആയ കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സാമീപ്യം ഇഷ്ടപ്പെടുകയും ആ സാമീപ്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം. കാരണം ഈ ഭൂവാസത്തിന് ശേഷം നമ്മളായിരിക്കേണ്ടതും അവനോടൊപ്പം തന്നെയാണ്. അതുകൊണ്ട് അവനാലുള്ള ചിന്തകളാൽ ഹൃദയം നിറയപ്പെടുന്നത്, ക്രിസ്തു യേശുവിനെ പറ്റിയുള്ള ചിന്തകളാൽ ഹൃദയം നിറയപ്പെടുന്നത്, കർത്താവിനായി കാത്തിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹവും ഭാഗ്യകരവുമായ അവസ്ഥയാണ്. ഇതിന് നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ പുതിയ ആഴ്ചയുടെ ആരംഭദിനത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുക. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി മാനിക്കട്ടെ. ഒരു വചനഭാഗം വായിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 35-ാമത് വാക്യം. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. അപ്പം യജമാനൻ കല്യാണത്തിന് പോയിരിക്കുക, മടങ്ങി വരും, വന്ന് വാതിലിൽ മുട്ടിയാൽ ഉടനെ തുറന്നു കൊടുക്കാവുന്ന നിലയിൽ ഉണർന്നിരിക്കണം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ അവിടെ ഓർപ്പിക്കുക. അതുകൊണ്ട് യജമാനൻ വരും നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാൻ. അവൻ അവരെ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്നവർക്ക് ശുശ്രൂഷിക്കുകയും ചെയ്യും. മണവാളൻ വരും, നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഉണർന്നിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അവർ ഭാഗ്യവാന്മാരെന്നാണ് പറഞ്ഞത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാമതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഏത് നാഴിക വരുന്നുവെന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവർ ഉണർന്നിരുന്ന തൻ്റെ വീട് തുരപ്പാൻ സമ്മതിക്കുകയില്ല എന്നറിയുന്നു. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഇന്നത്തെ വാക്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ അത് മാത്രമേ ഉള്ളൂ. നനയാത്ത നാളിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ എന്ന് പറയുന്നത്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ പറ്റി അന്ത്യകാല ലക്ഷണങ്ങളുണ്ടെങ്കിലും ആ ഡേ എന്നാന്ന് നമുക്കറിയില്ല. ആ ലക്ഷണങ്ങളൊക്കെ നാം ലോകത്ത് അടയാളങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഇന്നലെ നമ്മുടെ സൺഡേ ആരാധനയിലും കർത്താവിൻ്റെ വരവിനെ പറ്റി പറയാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തോന്നി. ഇന്ന് പ്രഭാതത്തിലും അതുതന്നെയാണ് എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത്. കർത്താവിൻ്റെ വരവിനെ ഒന്നുകൂടെ ഓർപ്പിക്കണം. കാരണം ആത്മീയ ലോകത്ത് ദൈവമക്കളായവർ പോലും കർത്താവിൻ്റെ വരവിനെ പറ്റിയുള്ള കാത്തിരിപ്പിനേക്കാളധികം ഇപ്പോൾ കിട്ടിയ ജീവിതം എങ്ങനെ മനോഹരമാക്കാം, ആസ്വദിക്കാം, സ്തോത്രം, ഇവിടെ എന്തൊക്കെ നേടിയെടുക്കാം എന്നുള്ള വ്യഗ്രതമായ ചിന്തയിലാണ്. സ്തോത്രം. പക്ഷേ കർത്താവ് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ആ മോളത്തെ വാക്യത്തിലൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്കുള്ളത് വിറ്റ് പിശ കൊടുപ്പിൻ, കള്ളൻ അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകൾ തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുകയും നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. സ്തോത്രം. നമ്മളുടെ ഹൃദയം നമ്മുടെ നിക്ഷേപമുള്ളിടത്തിരിക്കുമെന്ന് പറയും. ഇവിടെ മില്യൺ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയം ഇവിടെ തന്നെയായിരിക്കും, അല്ലേ? നാം പണിതിട്ട കൊട്ടാരത്തിലായിരിക്കും നമ്മുടെ ഹൃദയം. നമ്മുടെ എസ്റ്റേറ്റുകളിലായിരിക്കും, വസ്തുവകകളിലായിരിക്കും, ബാങ്ക് ബാലൻസിലായിരിക്കും, നമുക്കുള്ള നിക്ഷേപങ്ങളിലായിരിക്കും നമ്മുടെ ആശ്രയം. സ്വർഗത്തിൽ നിക്ഷേപിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവോടെ ഓർപ്പിക്കുക. നാം ഇവിടെ താൽക്കാലിക വാസത്തിന് വന്നവരാണെന്ന് ഇവിടം വിട്ട് പോകണമെന്നുമുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കണം. അതിൽ പ്രത്യാശയിൽ ഉറയ്ക്കണം. തിരുവചനം പറയുന്നത്, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നമ്മൾ ഒരുക്കത്തോടെ ആയിരിക്കണം. കർത്താവിൻ്റെ വരവിൽ ആ പ്രത്യക്ഷതയിൽ നമുക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ കാഹളം ധ്വനിക്കും. മെഹാരൂഢനായി അവൻ വരും. കാഹളം ധ്വനിക്കുന്ന കാലം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന നാമോ സ്തോത്രം രൂപാന്തരപ്പെടും. സ്തോത്രം. അപ്പം നമ്മൾ അതിനായി കാത്തിരിക്കണം, കർത്താവിൻ്റെ ആ വരവിനായി. സ്തോത്രം. ഇവിടെയും
തിരുവചനം ഇന്ന് പ്രഭാതത്തിലും ഓർപ്പിക്കുന്നത് തന്നെയാണ്. എപ്പോൾ വരുമെന്ന് അറിയാത്തതുകൊണ്ട്, കള്ളൻ വരുന്നത് പോലെ ഏത് യാമത്തിലായിരിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉണർന്നിരിക്കുക എന്നുള്ളതിനെ അല്ല അവിടെ ധ്വനിയായി നൽകുന്നത്. ആത്മീയമായി ഉണർന്നിരിക്കുന്നതിനെ പറ്റി. ആത്മീയമായി ഉറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിനകത്തായി പോയി എന്നുള്ളതാണ്. ഇഹലോകത്തിനെ മായാക്കാഴ്ചയിൽ മയങ്ങിപ്പോയെന്നുള്ളതാണ്. ജഡത്തിൽ പെട്ടുപോയി എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ വരവിനെപ്പറ്റി പ്രത്യാശയില്ലാത്ത സകലരെയും ആത്മാവ് കെടുത്തിക്കളഞ്ഞു എന്ന് വേണം പറയാൻ. അവർ ഇഹലോകത്തിൻ്റെ ജീവനകാര്യങ്ങളിൽ കുടുങ്ങി, ഇഹലോകത്തിൻ്റെ പ്രതാപങ്ങളിൽ മയങ്ങിപ്പോയി. അവർ ലോകത്തിലേക്ക് അവർ ദൃഷ്ടികളായി പോയതുകൊണ്ട് അവർക്ക് ക്രിസ്തുവിൻ്റെ വരവ് പ്രസക്തമായി തോന്നുന്നില്ല. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമുക്കെന്തെല്ലാം ഉണ്ടെങ്കിലും എന്തെല്ലാം ഇല്ലെങ്കിലും ഏതവസ്ഥയിലായിരുന്നാലും സ്വതന്ത്രം നാം ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുക്കത്തോടെ ഇരിക്കണം. നിങ്ങൾ രോഗികളാണെങ്കിലും, സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്നവരാണെങ്കിലും, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ഒക്കെ, ഒറ്റപ്പെട്ടവരൊക്കെ ആണെങ്കിലും സ്വതന്ത്രം നിങ്ങളുടെ കാത്തിരിപ്പും ഒരുക്കവുമെല്ലാം കർത്താവിൻ്റെ വരവിന് വേണ്ടിയായിരിക്കണം. സ്വതന്ത്രം ഏതു നാഴിക വരുന്നു എന്ന് നാം അറിയത്തില്ല. അതുകൊണ്ട് നാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കണം. പാട്ടുകാരൻ പാടുന്ന പോലെ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാ, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. ഹല്ലേലൂയ. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന. വരുമ്പോൾ ഉണർന്നിരിക്കുന്നവർ സ്വതന്ത്രം വാതിൽ തുറന്ന് അവനോടൊപ്പം പോകുവാൻ നമുക്ക് സാധ്യമായി തീരും. അപ്പോൾ കർത്താവിൻ്റെ വരവിനായി ഒരുക്കത്തോടെ ആയിരിക്കാൻ ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കിടയാകട്ടെ. നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെയെല്ലാം മറികടക്കുവാനും അതിനെ ജയിക്കുവാനും ആത്മാവിൽ ബലപ്പെടുവാനും നിങ്ങൾക്കും എനിക്കും സാധിക്കുവാൻ ഒരൊറ്റ ചിന്ത മതി. ഞാനിവിടം വിട്ടു പോകണം, എൻ്റെ കർത്താവ് എന്നെ വരും, എന്നെ ചേർത്ത് കൊള്ളും എന്നുള്ളൊരു പ്രത്യാശയുണ്ട്. എൻ്റെ നിത്യവാസം സ്വർഗമാണെന്നും ഇത് താൽക്കാലികമാണെന്നുമുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ ശാശ്വതവാസത്തിന് വേണ്ടി നിക്ഷേപങ്ങളെ ഒരുക്കി അതിനുവേണ്ടി നാം തന്നെത്താൻ നമ്മെ ഒന്ന് പാകപ്പെടുത്തി ആ വരവിനായി നമുക്ക് കാത്തിരിക്കും. സ്വതന്ത്രം ആ സ്വതന്ത്രം അവൻ വരുന്ന നാളിൽ തൻ്റെ കാരം പിടിച്ചു തന്നെ മാവോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തേനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തേനവൻ ഉള്ളത്തിൽ വന്നതിനാൽ. അപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മളിൽ സന്തോഷം നിലനിൽക്കും. ആ വരവിനെ വേണ്ടി കാത്തിരിക്കും. കാരണം എൻ്റെ കർത്താവ് എന്നെ വരികയും ചേർക്കുകയും ആ നിലനിൽക്കുന്ന മഹാസന്തോഷത്തിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആ വരവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി ഒരുങ്ങിയിരിക്കുവാൻ പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ ആഹ്വാനം ചെയ്തു. ഈ ഭൂമിയിലെ ജീവിതം ക്ലേശങ്ങളെയും കഷ്ടതകളെയും ഒക്കെ തരണം ചെയ്യുവാൻ ആ ഒരുക്കത്തോടെ ഇരിക്കുന്നവരെ ദൈവം സഹായിക്കും. ഈ ഭൂമിയിൽ ഒന്നും അവരെ പിടിച്ചു വെക്കാൻ സമ്മതിക്കത്തില്ല. വരവിനുള്ള പ്രത്യാശയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവത്തിനെ ഇവിടെ ഒരു കാര്യവും ആമത്തിലിട്ട് പൂട്ടത്തില്ല. കടം നിന്നെ പൂട്ടി വെക്കത്തില്ല. രോഗം നിന്നെ ബന്ധിച്ചു വെക്കത്തില്ല. അതിൽ നിന്നെല്ലാം കർത്താവ് വിടുതൽ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ മനസ്സ് ഏതിലേലും കുടുങ്ങി പതറി തകർന്ന് നിരാശപ്പെട്ട്, കടത്തെ ഓർത്ത് നിരാശപ്പെട്ട് അതിനുവേണ്ടി ബന്ധപ്പെട്ട് നടക്കാൻ ഇടവരാതെ, അല്ലെങ്കിൽ രോഗത്തെ ഓർത്ത് ചികിത്സിച്ച് മടുത്ത്, അല്ലെങ്കിൽ കുടുംബത്തെ ഓർത്ത്, കുടുംബ ബന്ധങ്ങളെ ഓർത്ത്, ശിഥിലതകളെ ഓർത്ത് ഒക്കെ നിങ്ങൾ വ്യാകുലചിത്തരായി പോകാതിരിക്കാൻ കർത്താവ് നിങ്ങളെ കരുതും. എങ്ങനെയുള്ളവരെ? കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരെ. കർത്താവിൻ്റെ വരവിനായി കാത്തിരിപ്പ് തന്നെത്താൻ വെടിപ്പാക്കി, തന്നെത്താൻ വിശുദ്ധീകരിച്ച് സ്വത്രം മണവാളനായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവരുടെ കാലുകൾ കുടുങ്ങിപ്പോകാതെ, അവരുടെ ചിന്തകൾ കുടുങ്ങിപ്പോകാതെ, അവരെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിടുവിക്കും. പരിശുദ്ധാത്മ വിടുവിക്കും. കടത്തിൻ്റെ തീവ്രമായ സമ്മർദ്ദങ്ങളിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഇതിൽ പ്രതിസന്ധികളുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ കർത്താവിനറിയാം അതിൽ കുടുങ്ങി അവൻ്റെ വിശ്വാസനൗക ഉടഞ്ഞു പോകരുത്. അതുകൊണ്ട് ദൈവം അത് പരിഹരിക്കും. അതുകൊണ്ട് രോഗമായാലും കടമായാലും കുടുംബത്തകർച്ചയായാലും തലമുറയെ പറ്റിയുള്ള വിഷയങ്ങളൊക്കെ ആയിരുന്നാലും യേശുവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ, ആ വരവിനായി നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ഈ ഭൂമിയിൽ നിങ്ങളെ ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ആ ഒരുക്കത്തിന് തടസ്സമായി നിങ്ങളെ മാനസികമായി തകർക്കുന്ന വിഷയങ്ങൾക്ക് ഒരു വിടുതലുണ്ടാകും. ഉറപ്പ്.
അതിനകത്ത് യാതൊരു സംശയം. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, ഒരുക്കത്തോടെ പ്രത്യാശയോടെ തിരുമുഖത്തേക്ക് നോക്കുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ ആ കെട്ടിനെ അഴിച്ച് സ്വാതന്ത്ര്യത്തോടെ കർത്താവ് നിലനിർത്തുവാനിടയായിത്തീരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തിരുവചനത്തിൽ ഇപ്രകാരമാണ്. സ്തോത്രമല്ല ലൂക്കോസിലെ ആ സുവിശേഷത്തിൻ്റെ ബാക്കി ഭാഗം 29 പറയുന്നത്. നമ്മൾ 12 വായിച്ചു. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് അഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി രാജ്യമൊരുക്കി കാത്തിരിക്കുകയാണ്. രാജ്യമൊരുക്കി മണവാളൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഭവനമൊരുക്കാൻ പോയിരിക്കുകയാണ്. അതൊരുക്കിയതിന് ശേഷം വേഗത്തിൽ വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ വരുന്ന കർത്താവിനായി കാത്തിരിക്കാം. ആ രാജ്യത്തെപ്പറ്റി അന്വേഷിച്ചു കൊണ്ടിരിക്കാം. എന്ത് തിന്നും എന്ത് കുടിക്കും എന്നതിനെപ്പറ്റി ജീവനകാര്യങ്ങളിലൊന്നും കുടുങ്ങിപ്പോകണം. അതെല്ലാം ചേർത്ത് തരുവാൻ പര്യാപ്തനായ ഒരു ദൈവസേനയില്ല നാം ആയിരിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവ് സമാഗതമായിരിക്കുന്നല്ലോ. കള്ളനെ പോലെ എപ്പോൾ വരുമെന്നറിയത്തില്ല. നിയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നുണ്ട്. നിങ്ങളും ഒരുങ്ങിയിരിക്കണം. സ്തോത്രം. നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഇന്ന് ഈ പ്രഭാത മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഒന്ന് സ്തോത്രം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ രാവിലത്തെ മീറ്റിംഗ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് കൂടുന്നവരുണ്ടല്ലോ. സ്തോത്രം. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ബിന്ദു സാബുവിൻ്റെ കുടുംബത്തിനായിട്ട് ഒന്ന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യുകയാണ്. ബിന്ദു സാബുവിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലീലാമ്മ ജോസഫിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സാറ ജോർജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. സാലി മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. പ്രിയപ്പെട്ട സാജു ജോസഫിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ട നമ്മുടെ ജോർജ് ഷാൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുമളിയിൽ നിന്നുള്ള സ്തോത്രം. ജോർജാൻ്റെ കുടുംബത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു അത്ഭുത സാക്ഷ്യം നമ്മൾ ഓൺലൈനിൽ പറഞ്ഞു. തൻ്റെ വസ്തു സംബന്ധമായ വിഷയത്തിനുമേൽ ചില ഗവൺമെൻറ് നടപടികളൊക്കെ തടസ്സമുണ്ടായിരുന്നു. ദൈവം അത്ഭുതകരമായി വഴി തുറന്നു. അനുഗ്രഹീതമായ സാക്ഷ്യത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ബ്ലസ്സി സ്തോത്രം കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. അലക്സാണ്ടർ മറിയത്തിനും കുടുംബത്തിനുമായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വനജ സാബുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. മോനി ഫിലിപ്പിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. ഫ്രെഡി ഡേവിഡിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജോയ്സ് അൻഷറിയാൻ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. പ്രിയപ്പെട്ട മിനി സാം കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. സൂസമ്മ ഏബ്രഹാമിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തൻ്റെ സഹോദരി, തൻ്റെ പ്രിയ കസിൻ ലോലമ്മ സഹോദരിയുടെ കുടുംബത്തിനും തലമുറയ്ക്കുമായും സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സുഗന്ധി ഇബ്രാജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. മഞ്ജു പൊന്നുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. വിനോദ് വി ജോണിയുടെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. പ്ലീസ് പ്രേ ഫോർ മൈ കിഡ്സ് വിൻസ് ആൻഡ് വിജിൻ, ഹെയർ സ്റ്റഡി അഡ്മിഷൻ ആൻഡ് ആമേൻ. ഈ വിനോദ് ജോണിൻ്റെ മക്കൾ വിൻസിനും വിജിനുമായിട്ട് സ്തോത്രം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി അഡ്മിഷൻ, അവർ വിദ്യാഭ്യാസം അനുഗ്രഹമാക്കണമൊക്കെ നല്ല അഡ്മിഷൻ ഒരുക്കി കൊടുക്കണം. സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ തരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏബ്രഹാം ഫിലിപ്പിനായി, പ്രിയപ്രഭംശനായി സ്തോത്രം, 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 സ്തോത്രം. ജെസി ജേക്കബിനായി സ്തോത്രം, സ്തോത്രം. തൻ്റെ ഹസ്ബൻഡ് ജേക്കബിനായി സ്തോത്രം. തൻ്റെ പ്രത്യേകിച്ച് മോൻ ജോയലിനായി സ്തോത്രം, 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 സ്തോത്രം. സിജി വിനോദിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗ്രേസി ജെയിംസിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. ബാബു മാത്യു ജോർജ് കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. ഗജനൻ ഡങ്കര പാസ്റ്ററിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. പ്രിയപ്പെട്ട ലീന സഹോദരിയുടെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. പ്രിയപ്പെട്ട സ്തോത്രം സാറ, ലതാ സാറയുടെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. ജൂവലിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സുധ മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. ലക്ഷ്മി പ്രസാദിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മേരിക്കുട്ടി ജോസ് കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തോമസ്, പ്രിയപ്പെട്ട ഷാലിൻ, ആ കുടുംബത്തിനായി സ്തോത്ര. കുടുംബം കടന്നു പോകുന്ന എല്ലാ തകർച്ചകളിൽ നിന്നും കർത്താവ് കരകയറ്റുന്നതിനായി സ്തോത്രം, സ്തോത്രം.
മിനി തെക്കേടത്ത് കുടുംബത്തിനായി പ്രത്യേകം സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ ഓൺലൈനിൽ കാണുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം മാനിക്കേണ്ടതിനായി സ്തോത്രം 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 സ്തോത്രം. യെരൂശലേമിൻ്റെ സമാധാനത്തിനായി സ്തോത്രം സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ സ്തോത്രം കണ്ടുകൊണ്ടിരിക്കുന്ന രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിടുതലിനായി സ്തോത്രം സ്തോത്രം. സാമ്പത്തികമായി തകർന്നുടച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിടുതലിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. തലമുറയോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ വിടുതലിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിൽ നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നു, കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുക. യേശു നിങ്ങൾക്ക് അത്ഭുത സൗഖ്യവും അത്ഭുത വിടുതലുകളും നൽകി അവൻ്റെ സാക്ഷ്യമാക്കി നിങ്ങളെ മാറ്റുവാനിടയാക്കും. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് പ്രിയമുള്ളവരെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ പ്രഭാതത്തെ അനുഗ്രഹിച്ചുകൊണ്ടും ഈ ആഴ്ചയെ അനുഗ്രഹിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ആഴ്ചയുടെ പ്രാരംഭ ദിനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് തിരുസനിലേക്ക് വരുന്നു. കർത്താവിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതകരം തൊട്ടവരെ വിടുവിക്കണമേ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരണമേ. അവരുടെ പ്രത്യാശ മങ്ങിപ്പോവാനിടയാകരുതേ. കർത്താവായ യേശുവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ അവരെ സജ്ജമാക്കണമേ. ജീവനകാര്യങ്ങളിൽ കുടുങ്ങിപ്പോവാതെ, ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോവാതെ നിത്യതയിലുള്ള പ്രത്യാശയിൽ ഉറയ്ക്കേണ്ടതിനായും കർത്താവിൻ്റെ വരവിനായി കാത്തിരിപ്പാൻ തപ്പോണം. ആത്മാവിലും കർത്താവെ ശരീരത്തിലും എല്ലാം ഭൗതികവും ആത്മീക മണ്ഡലങ്ങളിലും നിറവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് തരികയാണ്. ഇന്ന് ഈ ആഴ്ചയുടെ ഓരോ ദിനത്തെയും ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. തിങ്കൾ മുതൽ കർത്താവെ അടുത്ത ഞായർ വരെയുള്ള ദിനങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കും. ഈ ആഴ്ച അത്ഭുതങ്ങളുടെ ആഴ്ചയാകട്ടെ. ഈ ആഴ്ച വലിയ ദൈവിക സമ്മാനങ്ങളെ പ്രാപിക്കുന്ന, ദൈവിക സമാധാനം അനുഭവിക്കുന്ന, ദൈവിക സന്തോഷം അനുഭവിക്കുന്ന ഒരാഴ്ചയായി മാറേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പ്രഭാതം എന്നെ കാണുന്ന, ഓൺലൈനിൽ കാണുന്ന എല്ലാവരെയും, ഇനി കാണാതിരിക്കുന്നവരെയും ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ മുതൽ അനുഗ്രഹിക്കുകയാണ്. കൃപയുടെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളെ ആത്മാവിൽ ശക്തരായി നടത്തിയാട്ടെ. ഞങ്ങളുടെ വരവിനായി ഒരുങ്ങുവാൻ, ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, വരവിലുള്ള പ്രത്യാശയിൽ ഉറയ്ക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. തൃക്കരങ്ങളിലേക്ക് തരികയാണ്. പ്രാർത്ഥനകളെ കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്നും ചില സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത ദിവസത്തിനകത്ത് ആ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. സ്തോത്രം. അടുത്ത മോർണിംഗിൽ പങ്കുവയ്ക്കാം. ഇന്നലെ ഞായറാഴ്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം അനുഗ്രഹമായി കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് പകൽ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് 11 മണിക്ക് നമ്മുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ട് നമ്മൾ എഴുതി, സാജു ബ്രദർ അത് പാടി. സ്തോത്രം. അത് നമ്മൾ സ്തോത്രം നമ്മുടെ ഓൺലൈനിൽ അതിൻ്റെ ഒരു ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ വരും. സ്തോത്രം. പ്രിയപ്പെട്ടവർ, പാട്ട് ആരാധനയ്ക്ക് പാടാവുന്ന നിലയിലുള്ളൊരു പാട്ടാണ്. സ്തോത്രം. പറുദീസയിൽ നാം വാഴുന്ന നാളോർത്തൽ എന്നുള്ളൊരു അനുഗ്രഹീതമായ ഒരു പാട്ടാണ്. സ്വതം പ്രിയപ്പെട്ടവരെ സ്വതന്ത്രം പാടാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂട്ടായ്മയിലൊക്കെ ഒന്ന് പാടുകയും ഒക്കെ ചെയ്തതിന് അനുഗ്രഹമാകണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഓൺലൈനിൽ ഇത് കാണുന്നതിൽ ആരെങ്കിലും നിങ്ങളുടെ ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. നമ്മുടെ ഈ കൂട്ടായ്മയിൽ അനുദിനം ദൈവം അത്ഭുതം ചെയ്യുന്ന നാം കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് പേർക്ക് ഇന്നിപ്പോൾ ഇതിനകത്ത് പറയാൻ അവസരമുണ്ടെങ്കിൽ അവർക്ക് പറയാൻ കഴിയുന്ന പോലെ ഉള്ള അത്ഭുതങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഏത് വിഷയത്തിലാണെങ്കിലും ഭാരപ്പെടേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ പങ്കുവെക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ സൂമിൽ നമുക്ക് കുടുംബ പ്രാർത്ഥനകളുണ്ട്. പങ്കെടുക്കാൻ കഴിയുന്നവർ അതിൽ കഴിയുക. ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കാണുന്ന നമ്മുടെ ലൈവ് മീറ്റിങ്ങുകളിലും നമ്മുടെ ആരാധനകൾ, അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസൊക്കെ കാണുക. പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതുകൊണ്ടാണ് ചിലരൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇപ്പോൾ മോർണിംഗ് മീറ്റിംഗ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആരാധന കൂടാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല, എന്തു പറ്റി? അത് ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടണോട് ഒന്ന് അമർത്തി ചെയ്താൽ നോട്ടിഫിക്കേഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. നല്ലൊരാഴ്ച, അനുഗ്രഹീതമായ ആഴ്ച, യേശുവോട് ചേർന്നൊരാഴ്ച, കർത്താവിൻ്റെ കരം പിടിച്ചുള്ളൊരു ഒരു ആഴ്ച നമുക്കായിത്തീരട്ടെ. വൻ കൃപകളെ പ്രാപിക്കാം. കർത്താവിന് മഹത്വം. സ്തോത്രം. ഇന്ന് എന്നപോലെ വരവിനായി ഒരുങ്ങാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവിൻ താമസമേറയില്ല. ഗോഡ് ബ്ലെസ് യു. ലവ് യു എവരിവൺ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മേത്ത.